എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രമും ശ്രീനിവാസന്റെ ഭാര്യയും കൂടെ അങ്ങനെ ആ നാരായണ സ്വാമിയുടെ അടുത്ത് ഇരിക്കുകയാണ്. ഈ സമയത്ത് നാരായണ സ്വാമി കൈയും കൊണ്ട് അങ്ങനെ അതും ഇതും കാണിക്കുന്നുണ്ട്. വിക്രത്തിനൊന്നും മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് അയാൾ പറഞ്ഞു, അതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ ചെയ്യുന്നതൊക്കെ അല്ലേന്ന് ചോദിക്കണം. സാധാരണ നിങ്ങൾ കാണുന്ന എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ കവടി നിർത്തും, ജ്യോതിഷം പറയും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്ന് പറയണം. ഞാൻ അതിൽ നിന്നെല്ലാം വേറിട്ടൊരാളെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ വിക്രത്തിനൊന്നും മനസ്സിലായില്ല. അല്ല വിക്രം കേട്ടുണ്ടോ കോസ്മിക് എനർജി എന്ന് ചോദിക്കണം. ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, അല്ല അത് പിന്നെ സ്വാമി അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയണം. പിന്നീട് അയാൾ കുറെ ഇങ്ങനെ പറയാ. അയാൾ എന്ത് തേങ്ങയാ പറയണമെന്ന് വിക്രത്തിനൊന്നും മനസ്സിലായില്ല. ഈ സമയത്ത് ശ്രീനിവാസന്റെ ഭാര്യ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് അതെല്ലാം കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അയാൾ പറഞ്ഞു, നമുക്ക് ചുറ്റും എപ്പോഴും നെഗറ്റീവ് എനർജി കാണുന്നു പറയണം. ചിലപ്പം നമ്മളെ തകർക്കാൻ വരുന്ന നെഗറ്റീവ് എനർജി ഒരു സ്ത്രീ ആണെങ്കിൽ അതൊരു വിഷകന്യക എന്ന് തന്നെ പറയാന്ന് പറയണം. അപ്പൊ അതുപോലെ ഒരു വിഷകന്യക ദേ വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയിട്ടുണ്ട്. അത് വിക്രത്തിനെ നശിപ്പിക്കുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിച്ചു, വിഷകന്യകയോ അങ്ങനെ ആരാ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയിരിക്കുന്ന ഒന്നും കൂടെ മനസ്സിലാകുന്നില്ല. പിന്നീട് അയാൾ കുറെ കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ ഈ ഗ്രഹങ്ങളെയൊക്കെ വെച്ചാ പറയുന്ന നിങ്ങൾ വിചാരിക്കണ്ട, ഞാനിങ്ങനെ അന്തരീക്ഷത്തിലുള്ള ഈ നെഗറ്റീവും പോസിറ്റീവായ എനർജീനെ വെച്ചൊക്കെയാ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ കുറെ കാര്യങ്ങളും കൂടെ പറയണം. അങ്ങനെ അവസാനം അവിടുന്ന് എഴുന്നേക്കണ സമയത്ത് ചോദിച്ചു, അല്ല അവിടെ ദക്ഷിണ കൊടുത്തിട്ടില്ലേന്ന് ചോദിക്കണം. അതൊക്കെ ഉണ്ടെന്ന് പറയാം. എന്നാൽ ശരി പോയിക്കോളാൻ പറയണം. അങ്ങനെ അവരെ കൂടെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും നാരായണസ്വാമി എന്ത് ചെയ്യണം, കുറച്ച് മദ്യം എടുത്ത് കുടിക്കുകയാണ്. ആദ്യം കുടിച്ച് ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നി, എന്നാലും കുഴപ്പമില്ല, പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണം. ആ സമയത്ത് വിക്രത്തിനെ കൊണ്ട് ശ്രീനിവാസന്റെ ഭാര്യ തിരികെ പോരുകയാണ്. അപ്പം കാറിലിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, അല്ല സ്വാമി പറഞ്ഞ കാര്യമൊക്കെ നീ കേട്ടല്ലോ, നിന്റെ ജീവിതത്തിൽ ഒരു വിഷകന്യക ഉണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, എനിക്ക് അയാൾ പറഞ്ഞ അത്രയും കൂടെ മനസ്സിലായില്ലെന്ന് പറയാം. എന്ത് അല്ല വിഷകന്യ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ചോദിക്കുക. പിന്നല്ലാതെ നിന്റെ സാറുണ്ടല്ലോ ശ്രീനിവാസൻ, ശ്രീനിവാസന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാവോ? ഗുണ്ടയായിട്ട് നടന്ന എൻ്റെ ഭർത്താവ്. പക്ഷെ ആ ഗുണ്ടയായിട്ട് നടന്ന ഭർത്താവിനെ ഈ വിധമാക്കി മാറ്റിയത് ആരെന്നറിയോ? ഈ നാരായണസ്വാമികളാ. നാരായണസ്വാമികളുടെ അടുത്ത് വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നേ, സിനിമ പിടിക്കുന്നവർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്. അവർക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മൾ കണ്ടില്ലേ എത്ര പേരാ ഇതിന് കാത്തു നിൽക്കുന്ന, അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടോ, എല്ലാം നാരായണസ്വാമിയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് പറയണം. അത് കേട്ട വിക്രം പറഞ്ഞു, എന്നാലും എനിക്ക് അതങ്ങോട്ട് ഒത്തിട്ടും വിശ്വാസം വരുന്നില്ല. പുള്ളിക്കാരൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഓരോ എനർജിയെക്കുറിച്ച് അതൊക്കെ. പക്ഷെ വിക്രത്തിന് അതൊന്നും മനസ്സിലാവുന്ന കാര്യമല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലായി, തൻ്റെ ജീവിതത്തിലേക്ക് വിഷകന്യയായ ഒരു സ്ത്രീ കടന്നു വന്നിട്ടുണ്ട്, അത് നെഗറ്റീവ് എനർജിയാന്ന്. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് തോന്നി ഇതത്ര ശരിയായ കാര്യമല്ലോ എന്ന്. പിന്നീട് വിക്രം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സിറ്റ് ഔട്ട് ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും വിഷം കടലയൊക്കെ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വിഷം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്താടാ വിക്രം, നിനക്കത് എന്തു പറ്റി? അണ്ടിപോയ അണ്ണാനെ പോലെ നീ എന്താ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയണം. എന്തോ കാര്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ഇരിക്കത്തില്ലോ. ഇനിയിപ്പോൾ എന്താ, നീ വല്ല കൊട്ടേഷനും ഏറ്റെടുത്തിട്ട് നിനക്ക് നടത്താൻ പറ്റിയില്ലേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ അതൊന്നും അല്ല, അപ്പം ഇത് വേറെന്തോ കാര്യമാണ്. എന്താടാ കാര്യം? വിശ്വേട്ടൻ അവിടെ ഇരിക്കാൻ പറയണം. എന്താ കാര്യം? വിശ്വേട്ടൻ അവിടെ ഇരിക്കുക, ഞാൻ പറയാമെന്ന് പറയണം. അങ്ങനെ വിശ്വ അവിടെ ഇരുന്നു. വിശ്വ അവിടെ ഇരുന്നപ്പം വിക്രം പറഞ്ഞു, അല്ല ഞാൻ വിശ്വേട്ടനോടല്ല കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് കാര്യങ്ങൾ? അല്ല എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വിശ്വേട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിശ്വേട്ടനോട് ഈ കാര്യം പറയണേന്ന് പറയണം. എടാ നീ കാര്യം എന്താ വെച്ചാൽ പറ. ചെറുപ്പത്തിൽ മുതലേ അല്ലെങ്കിൽ നീ എന്നോടായിരുന്നു അടുപ്പം കൂടുതൽ കാണിച്ചിരുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളിൽ കശുമാങ്ങ പറിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കശുവണ്ടി ചുട്ടുന്ന സമയത്ത് അതിൻ്റെ ചുവന വിട്ട് നിൻ്റെ ചുണ്ടൊക്കെ പൊട്ടുന്ന സമയത്തും ആ പൊള്ളുന്ന സമയത്തൊക്കെ നീ ഓടുമെന്ന് എന്നോടായിരുന്നു പറയണേ. അത് മാത്രമല്ല ഗോലി കളിക്കാൻ പോകുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ആ ചെക്കനെ നീ അടിച്ചു കഴിയുമ്പോഴത്തേനും അവസാനം വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾ തമ്മിൽ അടിയാവും. അങ്ങനെ ആ കാര്യം നീ എന്നോടാ വന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും എന്നോടല്ലേ പറയണേന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട വിക്രം പറഞ്ഞു, ഒന്ന് മിണ്ടായിരിക്കും എൻ്റെ വിശ്വേട്ടാ, ഞാൻ വലിയൊരു കാര്യം പറയാൻ വന്നാന്ന് പറയും. ശരി പറ. ഇനി നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ കടല കുറച്ചുകൊണ്ട് പറ. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? കടലയൊന്നും എനിക്ക് വേണ്ടാന്ന് പറയാം. ഏതെങ്കിൽ കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ ഞാനൊരു സ്വാമീനെ കാണാൻ പോയായിരുന്നു പറയണം.
സ്വാമീനെ എന്ത് സ്വാമീനെ? അത് പിന്നെ നാരായണ സ്വാമി. അപ്പോഴേക്കാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദ വാതിലിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇവർ പറയുന്ന സംസാരം കേട്ട് രണ്ടുപേരും കണ്ടില്ല, പക്ഷെ വേദ വന്ന് നിൽക്കുന്നേ. ഈ സമയം വിശ്വൻ ചോദിച്ചു, നാരായണ സ്വാമിയോ? കഴിഞ്ഞ ദിവസം സമാധിയായ വല്ല സ്വാമിയുടെ കാര്യമാണോ പറയണേ? അതൊന്നും അല്ല, ഇത് വേറൊരു നെയ്യാറ്റുംകര നാരായണ സ്വാമി. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ ആ സ്വാമിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സ്വാമിയാണെങ്കിൽ ഈ കോസ്മിക് എനർജിയെ കുറിച്ചാണ് പറയണേന്നൊക്കെ പറയണം. കോസ്മിക് എനർജിയോ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അത് പിന്നെ ഈ പോസിറ്റീവ് നെഗറ്റീവായിട്ട് എനർജി ഉണ്ടെന്നും അപ്പം അതിനെക്കുറിച്ചൊക്കെ ഈ ജ്യോതിഷം വെച്ച് പറയുന്ന ആളൊന്നും അല്ലെന്ന് പറയാം. എന്നാൽ പിന്നെ എന്താ ഈ രാഹു കേതു അതൊക്കെ പറയുന്ന ആളാണോ? ചിലരൊക്കെ അങ്ങനെ പറയത്തില്ലേ, രാഹു കേതു വ്യാഴം ബുധൻ അങ്ങനെയൊക്കെ അതൊക്കെ പറയുന്ന ആളാണെന്ന് നിൽക്കും. ഇതൊന്നും അല്ല എന്ന് പറയണേ. പിന്നെ എന്താടാ എന്ന് ചോദിക്കുകയാണ്. അതെന്തേലും ആട്ടെ, എനിക്കത് കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, പുള്ളിക്കാരൻ നെഗറ്റീവും പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റുമുള്ള അതിനെക്കുറിച്ചൊക്കെ പറയും. നമ്മുടെ അടുത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായിട്ട് പറയുമെന്ന് പറയണം. ആ സമയത്താണ് വേദയുടെ അടുത്തേക്ക് കമലയും ശ്രീജയും നന്ദിനിയും കൂടെ വരുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ കമല ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്തേക്ക് എല്ലാം തുടങ്ങിയപ്പോഴത്തേനും വേദ പറഞ്ഞു, വേണ്ട അവിടെ നിൽക്കുക, അവരെന്താ പറയണേന്ന് അറിയട്ടെ എന്ന് പറയണം. ഈ സമയം വിശ്വൻ ചോദിച്ചു, അല്ല നീ ആ സ്വാമിയുടെ അടുത്ത് എന്നിട്ട് സ്വാമി നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കണം. അത് പിന്നെ വിശ്വട്ടാ, എൻ്റെ അടുത്തൊരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയണം. നെഗറ്റീവ് എനർജിയോ? നിൻ്റെ അടുത്ത് ഇപ്പോൾ ഏത് നെഗറ്റീവ് എനർജി ഉള്ളേ? അത് പിന്നെ ഒരു വിഷകന്യക എൻ്റെ അടുത്തുണ്ടെന്ന്. വിഷകന്യക? അതാരടാ? ഞങ്ങളാരും അറിയത്തില്ലാത്തൊരു വിഷകന്യക. നിനക്ക് വേറെ ഏതാ വിഷകന്യക ഉള്ളതെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് കുറച്ച് നാളായെന്ന് പറയണം. അവളുടെ പേര് വേദ എന്ന് പറയണേ. വേദയോ? അവളെങ്ങനെ വിഷകന്യയാവും? അവൾ നിന്റെ ഭാര്യയല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടുകൊണ്ടിരുന്ന വേദയും കമല എല്ലാവരും ഞെട്ടി. അതെ വിശ്വേട്ടാ, അവളൊരു വിഷകന്യക തന്നെയാന്ന് പറയണം. അവളൊരു നെഗറ്റീവ് എനർജിയാണെന്നാണ് നാരായണസ്വാമി പറഞ്ഞേ. അവൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. നേരത്തെ ഞാൻ ഇച്ചിരി തല്ലിപ്പൊളിയാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇച്ചിരി ഗുണ്ടാപ്പണി ചെയ്യുന്നതാണെങ്കിലും എനിക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവൾ വന്നതിന് ശേഷമല്ല എൻ്റെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. ഈ സമയം വിശ്വ പറഞ്ഞു, അങ്ങനെ ആയിരിക്കൂടാന്ന് ചോദിക്കണം. കമലയ്ക്ക് അത്ര സമയം കേട്ടോന്ന കമലയ്ക്ക് ദേഷ്യം വന്നു. കമല പറഞ്ഞു, അതേടാ നെഗറ്റീവ് എനർജി ആരാന്നറിയാവോ? ഇപ്പം നീയാ. അതും അവള് നിന്റെ ജീവിതത്തിലല്ല, നീ അവളുടെ ജീവിതത്തിലാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. നിനക്ക് നാണമില്ലേ വിക്രം ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മേ, നാരായണസ്വാമി, അവൻ്റെ ഒരു നാരായണസ്വാമി വന്നിരിക്കുന്നു, ഒന്നും മിണ്ടാതെ പൊയ്ക്കോണം അവിടുന്ന്. നന്ദിനി പറഞ്ഞു, വിക്രം പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ചോദിക്കുക. ഒരക്ഷരം നീ മിണ്ടിപ്പോയേക്കരുത്. നിനക്ക് വേദയോട് ശത്രുതയുണ്ടെന്ന് അറിയാം. അതിവിടെ നീ എടുത്ത് പ്രയോഗിച്ചോണ്ടല്ലോ, നിന്റെ കർണം അടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറയണം. മിണ്ടാതെ അവിടെ നിന്നോണമെന്ന് പറയണം. പിന്നീട് വന്നിട്ട് വേദ ചോദിച്ചു, ഓഹോ അപ്പം ഞാൻ നെഗറ്റീവ് എനർജി അല്ലേന്ന് ചോദിക്കും. അതെ നെഗറ്റീവ് എനർജി തന്നെയാ. നിങ്ങൾ ആള് കൊള്ളാലോ വിക്രു എന്ന് പറയണം. പുതിയ തന്ത്രമൊക്കെ ആയിട്ട് വന്നിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഈ സമയത്ത് കമല പറഞ്ഞു, മേലാലിനി ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ. എടാ നെഗറ്റീവ് എനർജി ആയതുകൊണ്ടാണോടാ നീ ജയിലിൽ കിടന്ന സമയത്ത് നിന്നെ രക്ഷിക്കാണ്ട് ഇവിടെ വന്നേ. കാപ്പ കുത്തി ഇങ്ങനെ പുറത്താക്കാൻ തുടങ്ങിയ സമയത്തും രക്ഷിക്കാൻ വന്ന ആരാ? ഈ നെഗറ്റീവ് എനർജി ആയ വേദയല്ലായിരുന്നോ? ഇവിടെ നെഗറ്റീവ് എനർജി ആണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ട് എന്താടാ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇമാതിരി കാവടി പരിപാടിയായിട്ട് ഇതിനകത്ത് കാല് കുത്തിയിട്ടുണ്ടെന്നുണ്ടല്ലോ, കടന്നു പോയിക്കോണം അവിടുന്ന്, നിന്റെ ചെപ്പക്കുറ്റി അടിച്ചു പറിക്കുമെന്നൊക്കെ പറയാണ് കമല. അപ്പോഴേക്കാണ് മാഷ് വരുന്നത്. മാഷ് വന്നിട്ട്, എന്താ കമല ഇവിടെ? ആ റോഡിൽ വന്ന കേൾക്കാലോ ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളം എന്നൊക്കെ പറയണ. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അത് പിന്നെ ഞാൻ ഈ സമയത്ത് നന്ദിനി പറഞ്ഞു, അച്ഛാ ഇതേ വേദ നെഗറ്റീവ് എനർജിയാന്നാ പറഞ്ഞേ, വിഷകന്യകയാന്നാ വിക്രം പറയണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, അത് പിന്നെ ഇവനേതോ ഒരു നെയ്യാറ്റിൻകര നാരായണസ്വാമിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു പോലും ഇവൻ്റെ ജീവിതത്തിൽ ഒരു വിഷകന്യക ഉണ്ടെന്നോ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞു. അത് വേദയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഓരോന്ന് പറയാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷി രൂക്ഷമായിട്ട് വിക്രത്തെ ഒന്ന് നോക്കി. എടാ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് എനർജി കാരണം ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാണെന്നറിയാവോ? നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നീ ഒരു ഗുണ്ടയായത്, ഒരു ക്രിമിനലായത്, അങ്ങനെ നീ ജയിലിൽ പോയി കിടന്ന സമയത്ത് ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങൾക്ക് നെഗറ്റീവ് എനർജി അല്ലായിരുന്നോ? അതുമൂലം ഞങ്ങൾ എത്രമാത്രം നാണക്കേട് അനുഭവിച്ചു, അപമാനഭാരം ഞങ്ങൾക്കുണ്ടായി. ഇപ്പോഴും ഞങ്ങളുടെ ആ വേദന മാറിയിട്ടില്ല. ഇത് കേട്ട് ഞാൻ വിക്രത്തിനൊന്നും മിണ്ടായില്ലായിരുന്നു. പിന്നീട് പറഞ്ഞു, അവനും അവൻ്റെ നെഗറ്റീവ് എനർജി ഇത്രയും കാലം ഗുണ്ടെന്ന് അറിയപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം കൂടെ ആയി. ഗുണ്ടാപ്പൻ്റെ കൂടെ ഇവന് ഈ മന്ത്രം കൂടെ തുടങ്ങിയിട്ടുണ്ടല്ലേ? അല്ല ഇതുപോലെ കുണിഷ്ടമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോകാൻ തുടങ്ങി. ഇത്രയും കാലം അതിൻ്റെ കാര്യമില്ലായിരുന്നു പറയണം. പിന്നീട് വേദയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മോളെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന ഒരച്ഛൻ്റെ സ്ഥാനം
നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന അനുസരിക്കണമെന്ന് പറയാം. ഇവൻ്റെ കയ്യിലൊക്കെ ഉണ്ടല്ലോ വജ്രം കിട്ടിയ ഇവൻ പറയുന്നത് എന്താണെന്നറിയോ? വെള്ളാരങ്കല്ലാന്നാ പറയുള്ളൂ. ഇവൻ്റെ കയ്യിൽ കിട്ടിയ വജ്രമാണ് നീ. പക്ഷെ നിന്നെ കണ്ട് ഇവന് വെള്ളാരങ്കല്ലാന്നാ തോന്നുന്നത്. അതുകൊണ്ട് നീ ഇവൻ്റെ മുന്നിൽ നിൽക്കുന്നേക്കാളും ഭേദം, ഇവനോടൊപ്പം ജീവിതം നയിക്കുന്നേക്കാളും ഭേദം നീ നിൻ്റെ വീട്ടിലേക്ക് തിരികെ പോകും. എനിക്ക് പെൺമക്കളില്ല, പക്ഷേ എങ്കിൽ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നുള്ളൂ. നീ എന്തിനാ ഒരു വെള്ളാരങ്കല്ലായിട്ട് നിൻ്റെ ജീവിതം നശിപ്പിക്കണേ? വജ്രം ഏതാ വെള്ളാരങ്കൽ ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്ത് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടേക്ക് കയറിപ്പോണം. ഇത് കേട്ട വിക്രം അങ്ങോട്ട് പോയി. എല്ലാവരും പോയി. അവസാനം വേദ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദിനി പറഞ്ഞു, കണ്ടില്ലേ നീ വെറും വെള്ളാരങ്കല്ലാന്ന്, നിന്നോട് ഇറങ്ങിപ്പോകാൻ അച്ഛൻ പറഞ്ഞെന്ന് പറയാം. എൻ്റെ നന്ദിനി അടുത്തി അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം പോലും മനസ്സിലായില്ലേ? ഞാൻ ഒന്നാം തരം വജ്രമാന്ന് അത് മനസ്സിലാക്കാതെ പോയത് വിക്രമാന്നുള്ള കാര്യം. ഓ അങ്ങനെയാണെന്ന് ചോദിച്ച് നന്ദിനി അങ്ങോട്ട് പോവാണ്. വേദ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. വേദയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.